3-4 ഓഫ് ബീറ്റ് സ്റ്റോറികൾ പറയാനാണ് ഇന്ന് ഈ ഫോറം ഉപയോഗിക്കുന്നത്. ഓഫ് ബീറ്റ് എന്ന് പറയുമ്പോൾ മുഖ്യധാരയിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടതല്ല, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ അതിലൊന്ന് നമ്മുടെ AOC, നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് സംഘം അലക്സാൻഡ്ര ഒക്കേഷ്യ കോർട്ടസ് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നുള്ള കോൺഗ്രസ് സംഘമാണ്. 36 വയസ്സ്. അപ്പോൾ അവർ ഈ കഴിഞ്ഞ പിന്നെ തീവ്ര ഇടതുപക്ഷമാണ്. അവരും ബെർണി സാൻഡേഴ്സും ഒക്കെയാണ് ഈ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ പതാകവാഹകർ. മാംദാനി അക്കൂടിയുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് മിഷിഗണിൽ നിന്നുള്ള സെനറ്റ് സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ എൽ സായിദും ആ ഗണത്തിൽപ്പെടും. അപ്പോൾ എന്തായാലും ഇവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഈ ഇടതുപക്ഷ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇവർ മത്സരിച്ചാൽ ഇവരെ നേരിടാൻ പിന്നെ മറ്റാർക്കും കഴിയില്ല എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. ഇനി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ ഇനി ന്യൂയോർക്കിലെ സെനറ്ററായിട്ട് മത്സരിച്ചാൽ കൂടി പിന്നെ അവർ വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള വനിതയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് വാർത്തയിൽ വന്നത് അവരുടെ ഈ അണ്ടം എഗ്ഗ് സൂക്ഷിച്ചു വെക്കുന്നു, അത് സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണം വന്നപ്പോഴത്തേക്കാണ് എന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റിയൊക്കെയുള്ള അന്വേഷണം വന്നപ്പോഴാണ് പറയുന്നത് അവരും അവരുടെ ബോയ്ഫ്രണ്ടല്ല പ്രതിശ്രുത വരനാണ്, അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹവുമായിട്ട് പിണങ്ങി, അത് പിരിഞ്ഞു. അപ്പോൾ പിരിഞ്ഞിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി അവർ പറയുന്നത്, അതിനെപ്പറ്റിയല്ല ഈ പൊതുവിൽ പറയുന്നത്, ഈ വനിതകൾ പ്രസിദ്ധരായ വനിതകളാണെങ്കിൽ ഇങ്ങനെ പുരുഷന്മാർ ഇങ്ങനെ അവരുമായിട്ട് ലോഹ്യം കൂടാൻ കൂടുതൽ താല്പര്യം കാണിക്കും. പക്ഷേ അവരുടെ ആ രീതിയിലേക്ക്, അവരുടെ ആ പ്രസിദ്ധി അനുസരിച്ചുള്ള പെരുമാറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പുരുഷന്മാർക്ക് അത് ദേഷ്യമായി തീരും, അല്ല അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വരും. അപ്പോൾ അതുകൊണ്ടാണോ ഇവിടെ അവർ പിരിഞ്ഞതെന്ന് അറിഞ്ഞുകൂടെ? എങ്ങനെയായാലും അവർ പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നാണ് AOC പറഞ്ഞത്. വേണ്ട, നമുക്ക് അറിയേണ്ട കാര്യവുമില്ല. അവർ പിന്നെ പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ സെനറ്ററായിട്ട് മത്സരിക്കുമോ എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. അതാണല്ലോ നമുക്കറിയേണ്ട കാര്യവും. അപ്പോൾ അതിൻ്റെ കൂടിയാണ് ടെക്സസിൽ നിന്ന് മറ്റൊരു സ്റ്റോറി. അത് കാലിഫോർണിയയിൽ നിന്നുള്ളൊരു ദമ്പതികളാണ്. അവർക്കെന്തോ ഇന്ത്യ ബന്ധമുള്ളതുപോലെ പേരിൽ നിന്ന് തോന്നി. അവരുടെ കുട്ടി പിന്നെ അവരുടെ ഭ്രൂണം വഹിക്കാനായിട്ട് ഈ അലാസ്കയിൽ നിന്നുള്ളൊരു നേഴ്സ്, മക്കന്ന വെസ് എന്ന് പറഞ്ഞൊരു നേഴ്സിനെ പിന്നെ അവരുമായിട്ട് കരാറായി. അങ്ങനെ ഈ കുട്ടിയെ ഗർഭം ധരിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഈ പിന്നെ ഗർഭം അലസിപ്പിക്കണമെന്നൊരു കരാറ് വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 20 ആഴ്ചയായപ്പോഴത്തേക്ക് കുട്ടിക്ക് ഹാർട്ടിന് ചില പ്രോബ്ലം കണ്ടു. പക്ഷേ ട്രീറ്റബിളാണ്, ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ ഇവർ ഗർഭം അലസിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പിന്നെ ഈ മക്കന്ന വെസ്റ്റ് സമ്മതിച്ചില്ല. അപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ അപ്പം പിന്നെ പ്രശ്നമാണ്. അവരെ പിന്നെ ശരിക്കുള്ള മാതാപിതാക്കൾക്കാണ് അവകാശങ്ങളെല്ലാം വരിക, ഇവർക്ക് അവകാശങ്ങൾ വരില്ല. നേരെ മറിച്ച് ടെക്സസിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ ശരിക്കുള്ള മാതാവായിട്ട് കണക്കാക്കും, അവർക്കാണ് അവകാശം വരിക. അപ്പോൾ അതുകൊണ്ട് അവർ ടെക്സസിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഇന്നലെയാണെന്ന് തോന്നുന്നു അവർ പ്രസവിച്ചു. അപ്പോൾ എന്തായാലും പിന്നെ അപ്പോൾ അവരെ കുട്ടിയുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് കോടതിയുടെ ഒരു വിധി അപ്പോഴത്തേക്ക് വന്നു. അവർ കുട്ടിക്ക് ഗബ്രിയേൽ എന്ന് പേരിട്ടു. അപ്പോൾ ഏതായാലും ശരിക്കുള്ള മാതാപിതാക്കൾ വന്നു. അവർ ഈ കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട്, കുട്ടിയുടെ ചികിത്സയൊക്കെ. അപ്പോൾ ഇത് ദേശീയ ശ്രദ്ധയൊക്കെ വന്നതിൽ അവർക്ക് പിന്നെ കടുത്ത അമർഷമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എങ്ങനെ വന്നാലും ഈ പ്രസവിക്കുന്ന സ്ത്രീ തന്നെയാണ് മാതാവ്. വാസ്തവത്തിൽ ഈ 10 മാസം ഉദരത്തിൽ വഹിച്ചു എന്നുള്ളതാണ് മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഈ IVF ഇങ്ങനെയുള്ള ഗർഭധാരണം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഈ പുതുതായിട്ടുണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ പരിപാടികൾ പുതുതായിട്ട് രംഗത്ത് വരുന്നു. അപ്പോൾ എന്തായാലും ഈ കേസ് ഇനി ഇത് മുന്നോട്ട് പോകുമോ, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. കാത്തിരുന്ന് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇറാൻ യുദ്ധത്തിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ് ഈ USS എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണ്. ഏതാണ്ട് 5000 സൈനികർ, 5000 സെയിലേഴ്സ് അതിലുണ്ട്. അതും അതിൻ്റെ മറ്റ് സന്നാഹങ്ങളും സൗകര്യങ്ങളും എല്ലാം, പിന്നെ ഈ വിമാനങ്ങളും മറ്റെല്ലാം മിസൈൽ ഭേദ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ കടലിലായിട്ട് ഒരു 200 ദിവസം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ 200 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അതിലെ സൈനികർ, അതിലുള്ള ആളുകൾ അവരെല്ലാം ആകപ്പാടെ ഡിപ്രസ്ഡായി. എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ചിലരൊക്കെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല. അരക്കപ്പ് പിന്നെ ചോറും ഇത്തിരി ഒരു ടോർട്ടില്ലായും ഒക്കെയാണ് കിട്ടുന്നത്. കാരണം ഇവർ എവിടെയെങ്കിലും തീരത്തടുത്താലാണ് ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുക. അത് കഴിയുന്നില്ല. 200 ദിവസത്തിലേറെയായി ഇവരിങ്ങനെ കപ്പലിൽ തന്നെ കഴിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് യുദ്ധവും ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ എല്ലാം മനോവീര്യം തകർന്നിരിക്കുന്നു എന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. എന്തായാലും അതിന്
ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തും അതുപോലെ തന്നെ ഈ നേവി സെക്രട്ടറി ഹങ് കാവോ അവരുമെല്ലാം ഇത് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് അവർക്കൊരു പ്രശ്നവും വരാതെ അവരുടെ എല്ലാം കാര്യങ്ങൾ പിന്നെ ശ്രദ്ധാപൂർവം ചെയ്യും. അവരുടെ എല്ലാം സുരക്ഷിതത്വം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ പിന്നെ ഈ രാജ്യത്തിന് വേണ്ടി ഈ സൈനികർ അല്ലെങ്കിൽ നേവിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പ്രതിഫലനം തന്നെയാണിത്. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമോ സൗകര്യങ്ങളോ കിട്ടാതിരിക്കുന്നതിന് കാരണം കടലിലൂടെ ഒഴുകി നടക്കുന്നു. അവർക്ക് ഏതെങ്കിലും പോർട്ടിൽ ചെന്ന് കരയ്ക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അവർ പിന്നെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് പിന്നെ എല്ലാവിധ പിന്നെ മാനസിക പ്രശ്നങ്ങളും മറ്റെല്ലാം ഉണ്ടാക്കുന്നു. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. ഇതിൻ്റെ കൂടിയാണ് നമ്മുടെ ബിൽ ഗേറ്റ്സിൻ്റെ ഇളയ മോള് 23 വയസ്സുള്ള ഫോബ്സ് ഗേറ്റ്സ്. അവരെന്തോ ഒരു ഫിയ എന്ന് പറഞ്ഞ് അവരുടെ സുഹൃത്തുമൊത്ത് സ്റ്റാൻഫോർഡിലെ സുഹൃത്തുമൊത്ത് ഒരു ഫിയ എന്നൊരു കമ്പനി തുടങ്ങി. അപ്പോൾ ആ കമ്പനി കുക്കി സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി പിന്നെ ഇവരുടെ ഈ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് കുക്കികൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കുക്കി അവരെ അറിയിക്കും മറ്റേ ഇവരുടെ പിന്നെ സൈറ്റിൽ നിന്ന് അവരുടെ സൈറ്റിൽ നിന്ന് വന്ന പിന്നെ പോപ്പപ്പ് കൊണ്ടാണ് ഇവർ ഈ സാധനം വാങ്ങുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കുക്കി സ്റ്റഫിങ് അതൊരു കുറ്റകൃത്യമാണെന്നാണ് പറയുന്നത്. 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം. എന്തായാലും ഇവർക്കതങ്ങനെയൊന്നും കിട്ടില്ല എന്നാണ് പിന്നെ ഈ വിദഗ്ധർ പറയുന്നത്. പകരം ഈ സിവിൽ കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, നഷ്ടപരിഹാരത്തിനൊക്കെ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇവർ മനഃപൂർവ്വമല്ല എന്നാണ് അവർ പറയുന്നത്. അത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം കണ്ടപ്പോൾ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നു. എന്തായാലും ഈ പണമുള്ളവരൊക്കെ ആണല്ലോ കേസുകളും മറ്റുമൊക്കെ വന്നാലും നേരിടുക അവർക്കത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്തായാലും അവർക്കൊന്നും വരാതിരിക്കട്ടെ. 23 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ ഒരു തുടക്കക്കാരിയാണ്. അവർ ഇനിയും പുതിയ തരത്തിലേക്ക് ഉയർന്നു വരട്ടെ. ബിൽ ഗേറ്റ്സിൻ്റെ മകളാണല്ലോ.